പുരാതനമായ ദ്വാരക നഗരം സമുദ്രത്തിൽ മുങ്ങിയപ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ ദിവ്യവിഗ്രഹം തിരമാലകളിൽ ഒഴുകി നടന്നു. ദേവഗുരുവായ ബൃഹസ്പതി അത് കണ്ടെത്തി. പക്ഷേ എങ്ങനെ കരക്കെത്തിക്കണമെന്നറിയാതെ വിഷമിച്ചു. അദ്ദേഹം തന്റെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു. വായു ആ വിഗ്രഹം സുരക്ഷിതമായി കരക്കെത്തിച്ചു. അതിനെ പ്രതിഷ്ഠിക്കാൻ യോഗ്യമായ സ്ഥലം തേടി അവർ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. ഒരു താമരപ്പൊയ്കയുടെ അരികിലെത്തിയപ്പോൾ അവർക്ക് ശിവപാർവതിമാർ ആനന്ദതാണ്ഡവം നടത്തുന്നത് കാണാനിടയായി. ശിവൻ അവരെ അനുഗ്രഹിച്ചു. പ്രജേതസ്സുകൾ തപസ്സു ചെയ്ത ഈ പുണ്യഭൂമിയിൽ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുക ഗുരുവും വായുവും ചേർന്ന് സ്ഥാപിച്ചതിനാൽ ഇത് ഗുരുവായൂർ എന്നറിയപ്പെടും. കലിയുഗത്തിൽ ഭക്തർക്ക് മോക്ഷപ്രദായകമായ ഈ ക്ഷേത്രം പ്രശസ്തമാകും. വിശ്വകർമാവ് അതിമനോഹരമായ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ബൃഹസ്പതിയും വായുവും വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഇന്ത്യൻ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. നാരദർ സ്തുതിഗീതം പാടി. അടുത്തുള്ള മമ്മിയൂരിൽ ശിവപാർവതിമാർ സ്വയംഭൂവായി അവതരിച്ചു. അങ്ങനെ ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠമായി തീർന്നു.